ജ്യോതി, എനിക്ക് തോന്നുന്നു ഞാൻ ജ്യോതിയുടെ പുറകിൽ ഒരു 2 ആഴ്ചയായിട്ടല്ലേ നമ്മൾ ഈ ഇന്റർവ്യൂവിന് വേണ്ടി നടക്കുകയാണ്. അത്രത്തോളം തിരക്കിലായിരുന്നു ജ്യോതി, ബൊഗെയിൻവില്ലയായും റേയായും ഒക്കെ. ജ്യോതിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ എടുത്താൽ റീത്തുവിനെ മാറ്റി നിർത്തി ഏതൊക്കെയായിരിക്കും ജ്യോതി തിരഞ്ഞെടുക്കുക? അങ്ങനെ തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ പെർഫോം ചെയ്യാനും അതിനോട് നീതി പുലർത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആദ്യ സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന, ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന അവസ്ഥാന്തരങ്ങളായിക്കോട്ടെ, എൻ മോഹൻ സാറിൻ്റെ ഒരു നോവലായിരുന്നു. അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്തതാണ് ജൂഡ് ടിപ്പറ്റി സാറായിരുന്നു ചെയ്തത്. പിന്നെ ഭവം എന്ന സിനിമ ആയിക്കോട്ടെ, അത് സ്ട്രീറ്റ് കാർ നെയിം ഡിസയർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു എന്താണ് മലയാളം വേർഷനായിട്ടാണ് ഡയറക്ടർ സതീഷ് മേനോൻ ചെയ്തത്. പിന്നെ എൻ്റെ വീട് അപ്പൂൻ്റെയും, അത് എനിക്ക് വളരെയധികം ജനപ്രീതി നേടിത്തന്ന ആ സിനിമയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ പട്ടാളത്തിലെ പ്രഭ എന്ന് പറയുന്ന ക്യാരക്ടർ, ഭാമ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ സ്ഥലം, ഉറവ, കഥാവശേഷൻ, റസിയ, അന്യർലെ, അങ്ങനെ പിന്നെ പെരിയോർ, തമിഴിലെ പെരിയോർ എന്ന് പറയുന്ന സിനിമയിൽ നാഗമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന ഈ കഥാപാത്രങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഏതാ മികച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ ഇതിൽ ചിലതൊക്കെ ജനങ്ങൾക്ക് വളരെ ഇടയിൽ പോപ്പുലർ ആയിരിക്കാം, ചിലത് ജനങ്ങൾ അങ്ങനെ അത്രയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാതെയൊക്കെ പോയതായിരിക്കാം. പക്ഷെ എല്ലാം എനിക്ക്, ഞാൻ ആസ് ആർട്ടിസ്റ്റ് എല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്.